ദ്രാസിഷ്യ ഫ്രം റഷ്യ. യെസ്, നമസ്കാരം ഫ്രം റഷ്യ. ഇന്നലെ അസ്ത്രഖാനിൽ നിന്നൊരു 600 കിലോമീറ്റർ ഒരു ടയറിങ് വണ്ടിയിലുള്ള ഈ യാത്രയും വയറിളക്കവും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ആക്ച്വലി എത്തിയിരിക്കുന്നത് വ്ളാഡികാവ്കാസ് എന്ന് പറയുന്ന ജോർജിയൻ ബോർഡറിലുള്ള ഒരു ടൗണിലാണ്. ഒരു 1.5 യാത്രയായിരുന്നു ഇന്നലെ. ശരിക്കും വയറിളക്കമൊക്കെ മാറി കേട്ടോ. ഇന്ന് രാവിലെ വയറിളക്കമൊക്കെ മാറി സെറ്റായി. ഇന്നലെ ഗുളികയൊക്കെ കഴിച്ച് റെഡിയായി. എന്തായാലും നടുവേനൊന്നും മാറിയിട്ടില്ല. അതുപോലത്തെ നടുവടിക്കുന്നൊരു യാത്രയായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ജോർജിയയിലേക്ക് കയറുകയാണ്. ജോർജിയ നമ്മുടെ അടുത്ത രാജ്യം KLT-UK. ഇതൊരു ബോർഡർ ടൗണാണ്. ഇവിടെ നിന്നൊരു 30 കിലോമീറ്ററേ ഉള്ളൂ ജോർജിയ പോകാനായിട്ട്, ജോർജിയ ബോർഡറിലേക്ക്. അപ്പോൾ രാവിലെ ഒരു വണ്ടി എനിക്ക് വേണ്ടി വരും. ആ കാറിലാണ് ഞാൻ ജോർജിയയ്ക്ക് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വ്ളാഡികാവ്കാസ് എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ജോർജിയയ്ക്ക് പോകാം. ടെക് ട്രാവൽ വിത്ത് KLT-UK ചോദിച്ചു പോകാം യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. യെസ്, വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഇലകൾ പൊഴിയുന്നതുകൊണ്ടാണ് മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത്. വിൻ്റർ കഴിയുമ്പോഴത്തേക്കിനും മരത്തിലൊക്കെ ഫുള്ള് ഇല വരും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ജാക്കറ്റ് മാറി നമ്മുടെ സാധാരണ ഒരു ജാക്കറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇന്നിവിടെ തണുപ്പിച്ചൊരു കുറവാണ്. ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാലാവസ്ഥയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നിവിടെ 7 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. പക്ഷേ അത് ഫീൽസ് ലൈക്ക് 5 ഉണ്ട്. പക്ഷേ എന്നാലും ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉച്ചയാകുമ്പോഴത്തേക്കിനും രാത്രി 2. അതെന്തായാലും ഭയങ്കര ലക്കായി. അതുകൊണ്ട് ഞാൻ ഈ ജാക്കറ്റ് എടുത്തിട്ടു, കട്ടി കുറഞ്ഞ ജാക്കറ്റൊക്കെ ഇട്ടു. കരിങ്കല്ല് വെച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളൊക്കെയാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിവർ സൈഡ് ഉണ്ട്. ഞാൻ ആ റിവർ സൈഡിലേക്കൊന്ന് നടക്കാനാണ് പോകുന്നത്. പിന്നെ നമുക്ക് രാവിലെ ഒന്ന് നടന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ. ജോർജിയ കയറി കഴിഞ്ഞ് നമുക്ക് പോകേണ്ട രാജ്യങ്ങളെന്ന് പറയുന്നത് അർമേനിയ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ടർക്കിയിലേക്കാണ് പോകേണ്ടത്. ടർക്കി വിസ ഓൾറെഡി ഞാൻ എടുത്തു. ടർക്കി ശരിക്കും ടർക്കി വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25,000 രൂപ ഒരാൾക്ക് എക്സ്പെൻസ് വരും നിങ്ങൾ പാസ്പോർട്ട് കൊടുത്ത് വിസ എടുക്കണമെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് UK, US, ഷെങ്കൻ വിസകളുണ്ടെങ്കിൽ, അയർലൻഡ് എന്നീ വിസകളുണ്ടെങ്കിൽ, ടൂറിസ്റ്റ് വിസ ആണെങ്കിലും മതി. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടർക്കിയിൽ ഒരു $50 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈ വിസ ഇമ്മീഡിയറ്റ്ലി എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് ഞാൻ ആ ഈ വിസ എടുക്കുമായിരുന്നു. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് വിസ ഇഷ്യൂ ആയി കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാം. പിന്നെ അർമേനിയയുടെ വിസ ഞാൻ അപ്ലൈ ചെയ്തിട്ട് 5 ദിവസമായി. എനിക്കിതുവരെ അർമേനിയ വിസ അപ്രൂവ് ആയി കിട്ടിയിട്ടില്ല. അതിതുവരെ വന്നിട്ടില്ല. അത് 3 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത്. ഞാൻ വെള്ളിയാഴ്ചയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം ടൈം എടുക്കുന്നത്. എന്തായാലും ഇന്നത്തേക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അർമേനിയ വിസ കിട്ടിയാൽ അർമേനിയ പോവും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോവും? തുർക്കിയല്ല, തുർക്കി നമ്മൾ വളർത്തി പറയും, ടർക്കി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. കെസ്റ്റ് കൊണ്ടുണ്ടാക്കിയ കെട്ടിടം, കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ കെട്ടിടം. എത്ര മനോഹരമാണെന്നറിയോ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നോ വീണിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഐസ് കട്ടിയായി കിടപ്പുണ്ട് റോഡിൻ്റെ സൈഡിൽ പല സ്ഥലത്തും. അത് ശരി. അപ്പോൾ ഇങ്ങനെ വെതർ ഇങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കുകയാണല്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ നിന്ന് ജോർജിയക്ക് പോകുന്ന ബോർഡർ ക്ലോസ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്, സ്നോഫോൾ കാരണം. അപ്പോൾ ഇന്നെന്തായാലും ബോർഡർ ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ജോർജിയയിൽ നിന്ന് ഒരു വണ്ടി എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ വരും. അതാണ് ഇന്നത്തെ പരിപാടി. ഒരു കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. എല്ലായിടത്തും ക്രിസ്മസ് വൈബ്സ് ആയി മക്കളെ, ക്രിസ്മസ് വൈബ്സ്. എൻ്റെ മോനെ, ക്രിസ്മസ് ട്രീസ് നിൽക്കുന്ന കണ്ടോ, വല്ല ഒറിജിനൽ മരങ്ങൾ. ഇതെത്ര വിൻ്റർ ആയാലും ഇതിൻ്റെ ഇല പൊഴിഞ്ഞു പോകില്ല കേട്ടോ. ഈ സാധനമാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ചാത്തനാണ് പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത്. ഭയങ്കര സംഭവം കേട്ടോ. ഭയങ്കര കട്ടിയുള്ള ഇലകളല്ല, ഇലകളെന്ന് പറയാൻ പറ്റുമോ, ഒരു മുള്ളു പോലത്തെ സംഭവമാണ്. ഞാനങ്ങനെ നടന്ന് ഇവിടുത്തെ ഒരു വാക്കിംഗ് ഏരിയ ആണ്. അതിന് നടുക്കൂടെ ട്രാമൊക്കെ പോകുന്നുണ്ട് അതിലൂടെ. അങ്ങ് ദൂരെ അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടൻ്റെ മുകളിൽ നിറച്ച് സ്നോ ആണ്. അപ്പോൾ ഇവിടെ ഒരു നദീതീരമുണ്ട്. തെരേക്ക് നദി എന്നാണ് അതിൻ്റെ പേര്. ആ നദീതീരത്തേക്കാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ എല്ലാം ഇത് ട്രാം റൂട്ടാണോ, ഇത് ട്രാം പോകുന്ന വഴി. വാ, അടിപൊളി. പിന്നെ മഞ്ഞ് വീണ് നടക്കുന്നുണ്ടല്ലേ മൊത്തത്തിൽ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതൊക്കെ ഇങ്ങനെ വീണ് ചെളിയായി കിടക്കും. സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്തോ നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഒരു കിടിലം വൈബ്. ഇവിടെ ഒരു അപ്പൂപ്പൻ്റെ സ്റ്റാച്ചു, അതെന്തോ പോലീസിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ബിൽഡിങ്ങാണ് ആ ഭാഗത്ത്. റഷ്യയിലെ പ്രാവുകൾ. ഇവിടെ നോ ഡോഗ്സ്, നോ പിന്നെ സ്മോക്കിംഗ്, പിന്നെ നോ ഡ്രഗ്സ്, നോ വെപ്പൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ബോർഡുകളൊക്കെ കണ്ടു. കണ്ടില്ലേ, ഇത് രസമുണ്ടല്ലേ ഈ മഞ്ഞ് വീണ് നടക്കുന്നത്. ഇവിടെ എല്ലാം
ഓ അടിപൊളി. റിവർ എങ്ങനെയാണോ അറിയത്തില്ല, റിവർ ഫ്രോസൺ ആണോ അതോ വെള്ളമാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ റിവറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കുന്ന നദിയുടെ മേളിൽ കൂടെ നടക്കണം എന്നുള്ളത്. ഇപ്പം പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറ്റുമായിരിക്കും എവിടെയെങ്കിലും. റിവർ എവിടെ? ആ ബിൽഡിംഗ് ഉണ്ടോ? നല്ല രസമില്ലേ കാണാൻ? ഇത് റിവറല്ല, റിവർ അപ്പുറത്താണ്. ഇതെന്തോ ഒരു കുളമാണ്. ആ കുളത്തിലെ വെള്ളമെല്ലാം വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തോ വറ്റിച്ച് കളയുന്ന സംഭവമൊക്കെ ഉണ്ട്. ആ ചെളിയുടെ വാട ഇവിടെ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ആ റിവർ സൈഡിലെ പാർക്ക്, പിന്നെ ഇവിടെ ഒരു ഫെറസ് വീല്, പിന്നെ റെസ്റ്റോറൻറ്റ്, ബാറ്, പിന്നെ കളിക്കാനുള്ള സ്ഥലം, ഫുഡ് കോർട്ടുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഏരിയ ഒക്കെ വെരി ഗുഡ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു കൊള്ളാം അല്ലേ? റിവർ സൈഡൊക്കെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണല്ലേ ഓരോ രാജ്യങ്ങളിലെ ആളുകൾ എന്താ പറയുക അടിപൊളിയാക്കുന്നത്. വൈകിട്ടൊക്കെ ഇവിടെ തിരക്കുണ്ടാവും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആരുമില്ല. ഇതൊരു വലിയൊരു റെസ്റ്റോറൻ്റാണ് ഇവിടുത്തെ. ചിലപ്പോൾ വിൻ്ററിൻ്റെ സമയത്തൊക്കെ ഇത് ക്ലോസ്ഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നോ സ്മോക്കിംഗ് നോ ലിക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ വന്ന് കച്ചറ ഉണ്ടാക്കുമായിരിക്കും. നമ്മളെപ്പോലെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ആൾക്കാർ. ആ തെരക് നദിയുടെ മുകളിലൂടെ ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജുണ്ട്. രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഓണാക്കി നല്ല വൈബായിരിക്കും. അയ്യേ ഛേ, റിവർ ഫ്രോസൺ ആയിട്ടില്ല കേട്ടോ. റിവർ ഫ്രോസൺ ആയിട്ടില്ല. ഇത് ഉരുളം കല്ലുകളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ മിക്കവാറും ആ മലയിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അത്യാവശ്യം വലിയ റിവറാണ് കേട്ടോ. നമ്മുടെ ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാ നഗരങ്ങളും എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഏതൊരു നഗരം ഉണ്ടെങ്കിലും അതൊരു റിവർ സൈഡിലായിരിക്കും ആ നഗരം സ്ഥിതി ചെയ്യുന്നത്. അത് പണ്ട് മുതലേ ജനം വെള്ളത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യമല്ലേ അതൊക്കെ. നിങ്ങൾ എടുത്ത് നോക്കുക, ഏതൊരു നഗരം ഉണ്ടെങ്കിലും അതൊരു റിവർ സൈഡിലായിരിക്കില്ലേ. ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കിനും മിക്കവാറും ഇതൊക്കെ ഫ്രോസൺ ആവും. എന്ത് വൃത്തിയുള്ള സ്ട്രീറ്റുകളാണ് അല്ലേ മൊത്തത്തിൽ. ഇത് കണ്ടോ, ഈ ബിൽഡിംഗ് കണ്ടോ, ഇത് ഹോട്ടൽ വ്ളാഡിക്കാവ്കാസ്, അതായത് ഹോട്ടൽ വ്ളാഡിക്കാവ്കാസ്, അതായത് ഈ സ്ഥലപ്പേരിലുള്ള ഒരു ഹോട്ടൽ, അതാണിത് ഹോട്ടൽ വ്ളാഡിക്കാവ്കാസ്. കൊള്ളാം അല്ലേ. ഇവിടെയുള്ള മിക്ക സോവിയറ്റ് ബിൽഡിങ്ങുകളിലും എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകളുണ്ടാവും, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിൽ. ആ കാണുന്ന ബിൽഡിങ്ങിൽ കണ്ടോ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. നമുക്കേ ഈ തെരക് നദിയുടെ തീരത്തായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം നമുക്കിവിടെ കാണാം. ഇത് ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊരു പള്ളിയാണെന്നാണ്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു സുന്നി മോസ്കാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മുക്താറോവ് മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര്. 1908 കാലഘട്ടത്തിലാണ് ഈ ഒരു മോസ്ക് നിർമ്മിച്ചത്. അതായത് ഏകദേശം 124 വർഷങ്ങൾക്ക് മുമ്പ് മുർത്തുവ മുക്താറോവ് എന്ന് പറയുന്ന ഒരു അസർബൈജാനി മില്യണയറാണ് ഇതിന് ഫണ്ട് ചെയ്തത്. മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മൈനോറിറ്റിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു റഷ്യൻ സ്റ്റൈലിലുള്ള ഒരു മോസ്ക്. ശരിക്കും ഇത് ഈജിപ്തിലെ പള്ളികളെ അനുസ്മരിച്ച് അവിടുത്തെ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു റഷ്യൻ ഈജിപ്ഷ്യൻ മിക്സിലാണ് ഈ ഒരു മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കയറാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കാം. ഇത് ഓപ്പൺ ആണോ? തടിയുടെ ഒരു ഡോറൊക്കെ ഉണ്ട്. ഓപ്പൺ അല്ല, ഓപ്പൺ. വാവ്, കൊള്ളാമല്ലേ. അകത്തെ ആർട്ട് വർക്കുകളൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. റഷ്യൻ ഭാഷയിലൊക്കെ കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെയൊക്കെ ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ച് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, കൊള്ളാം. നടുക്കൊരു ക്ലോക്കും ഒരു ചെറിയൊരു ഷാൻലിയർ, നല്ലൊരു ചെറിയൊരു ക്യൂട്ട് പള്ളിയല്ലേ. ദേവാലയങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ, പ്രത്യേകിച്ച് അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കിനും. അതായത് ഏതൊരു ദേവാലയത്തിൻ്റെ ഉള്ളിലാണെങ്കിലും കയറി വരുമ്പോഴത്തേക്കിനും നമുക്കൊരു പ്രത്യേക ഒരു ഡിവൈൻ അന്തരീക്ഷം കിട്ടണം. അതിനു വേണ്ടിയായിരിക്കും ഇതുപോലെ മനോഹരമായിട്ട് എല്ലാ ദേവാലയങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. മോസ്കിനോട് ചേർന്ന് ആ ഒരു നദീതീരത്ത് പണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഒരു കോട്ടമതിൽ പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ കണ്ടില്ലേ. അതായത് ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നദിയിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് ആണോ അതോ വേറെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നിർമ്മിച്ചാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതുപോലെയുള്ള കുറേ ചരിത്ര നിർമ്മിതികൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും. അത് ഒരു വല്ലാത്തൊരു ഇതാണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനൊരു മോസ്ക് ഇവിടെ കാണുന്നുള്ളത്. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ആക്ച്വലി പള്ളിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പഴയ ഏതോ ഒരു സോവിയറ്റ് നേതാവിൻ്റെ ഒരു പ്രതിമയാണ്. കണ്ടിട്ട് അദ്ദേഹം ഒരു കപ്പിത്താനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള ധാരാളം സോവിയറ്റ് യോദ്ധാക്കന്മാരുടെ പ്രതിമകൾ നമുക്ക് റഷ്യയിലും പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും കാണാൻ സാധിക്കും. പഴയ ഏതോ ഒരു വീടോ എന്തോ ഒരു സംഭവമാണ്. നോക്കി, ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ആ ഒരിതും, പിന്നെ ഇഷ്ടികയും, പിന്നെ ഇത്തരത്തിലുള്ള നദിയിൽ നിന്നെടുത്ത കല്ലാണ് കണ്ടില്ലേ. ഈ നദിയിൽ നിന്നെടുത്ത ഉരുളം കല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മതിലാണ് ഇത്. പിന്നെ പഴയ ലാഡ കാറ്. ഈ ലാഡ ഇപ്പോൾ പുതിയ വണ്ടികൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ലാഡ മാത്രമല്ല, പുതിയ ലാഡ കാറുകൾ ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് മിക്കതും 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളാണ്. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അപാരമാണ്. ക്രിസ്തുമസ് സമ്മാനങ്ങളുമായിട്ട്
പോകുന്ന ഒരു ഉന്തുവണ്ടി. ഇതെനിക്ക് തോന്നുന്നത് ഏതൊരു ക്ലബ്ബോ പബ്ബോ കൊള്ളാമല്ലേ ഈ കെട്ടിടം. എന്തോ ആണ് സംഭവം, റെസ്റ്റോറൻറ്റും അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, നൈസാണേ. ഇത് കണ്ടോ, നമ്മൾ ചൈനയിൽ ക്യാൻഡൻ ഫെയറിൽ പോയപ്പോൾ കണ്ട പോലത്തെ ഒരു സാധനമാണ്. യെസ് ബ്ലോഗർ യെസ്. നൈസ് ടു മീറ്റ് യു. Video. Yeah, your video. Oh, hey. Yes, all good. Coffee, Buddhist. It's okay. Yeah, I'm from India. India. Indus. You? Here? Nravits us this. Da, okay. Go road. Okay. Okay. See you. Bye. Yes. അപ്പോൾ ഇത് ഒരു കാപ്പി ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. അതായത് നമുക്ക് ഇവിടെ ലൈക്ക് തന്നെ വന്നിട്ട് നമുക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് കാപ്പി എടുക്കാം. ഇത് ശരിക്കും സെൽഫ് കോഫി വെൻഡിങ് മെഷീൻ എന്ന് പറയും. എന്നിട്ട് ഇവിടെ കാരമൽ, നട്ട് ലാക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇട്ടിട്ട് സെൽഫായിട്ട് ചെയ്യാം. നല്ല പരിപാടിയല്ലേ, ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. ഒരു ചെറിയൊരു നഗരമാണെങ്കിലും ആ നഗരത്തിലെ ആ ഒരു റിവർ സൈഡ് ഏരിയ ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആളുകൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സംഭവങ്ങളാണ്. ശരിക്കും റിവർ സൈഡൊക്കെ ഇങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുകയാണെങ്കിൽ അത് വലിയൊരു ടൂറിസം സാധ്യതയും കൂടിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എറണാകുളത്ത് നമ്മൾക്ക് കണ്ടെയ്നർ റോഡില്ലേ, നമ്മുടെ കണ്ടെയ്നർ റോഡ്, ആ കണ്ടെയ്നർ റോഡിൽ ഒരു വലിയൊരു ഏരിയ ഇല്ലേ, ലേക്ക് സൈഡ്. ഇത്ര മനോഹരമാണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ്. എറണാകുളത്ത് അതേപോലെ മനോഹരമായിട്ടുള്ള സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയണം. കടമക്കുടി, അതൊക്കെ ശരിക്കും ഇതുപോലെ അടിപൊളിയാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് ജോലി കിട്ടും, എത്ര ആളുകൾക്ക് വരുമാന മാർഗ്ഗമാവും, എത്ര ആളുകൾക്ക് അതൊരു റിലാക്സേഷൻ ആവും ഇല്ലേ, ചെയ്യുമായിരിക്കും അല്ലേ. എന്തായാലും എറണാകുളത്തെ ഭരണകൂടം MP MLA ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതൊക്കെ. ഇവിടെ ഒരു ചെറിയൊരു ബണ്ടുണ്ട്. ആ ബണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് താഴെ വീഴുന്നു. ഫുള്ള് ഇവിടെ സ്നോ ഒക്കെ വീണ് കിടക്കുന്നു. നല്ല വൈബല്ലേ. ഇവിടെ പാർക്കിൻ്റെ മധ്യത്തിലൊരു ഫ്ലാഗ് പോസ്റ്റ് കണ്ടു. ആ ഫ്ലാഗ് വ്ളാഡികാവ്കാസിൻ്റെ ഫ്ലാഗാണ്. അതായത് ഇവിടെ അതായത് നമുക്ക് കേരളത്തിനൊരു ഫ്ലാഗുണ്ട്, കർണാടകത്തിനൊരു ഫ്ലാഗുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാം. ഓരോ സ്ഥലങ്ങൾക്കും പ്രത്യേകം ഫ്ലാഗുകളുണ്ട്. ഇത് റഷ്യൻ ഫ്ലാഗ് അല്ല, റഷ്യൻ ഫ്ലാഗ് ഇങ്ങനല്ല, ഇത് വ്ളാഡികാവ്കാസിൻ്റെ ഫ്ലാഗാണ്. ഐ ലവ് വ്ളാഡികാവ്കാസ് എന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അങ്ങ് ദൂരെ ആ മഞ്ഞുമലയുടെ മുമ്പിലായിട്ട് നമുക്കൊരു പ്രതിമ കാണാം. അതൊരു ബ്രോൺസിൽ ഉണ്ടാക്കിയൊരു പ്രതിമയാണ്. പഴയ കാലത്തെ ഒരു USSR ഉണ്ടായിരുന്ന സമയത്തെ ഒരു ജനറലിൻ്റെ പ്രതിമയാണത്. ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവ്, അദ്ദേഹത്തിൻ്റെ പ്രതിമയാണത്. അങ്ങ് ദൂരെ നമുക്കൊരു റഷ്യൻ പള്ളി അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ പാലം കടന്ന് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ദാണ്ട് അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ചർച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതോ ഒരു മൃഗത്തിന്റെ കാൽപ്പാടാണോ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു സംഭവം, എന്തൊക്കെയോ കുറെ മോണുമെന്റ്സാ. മൊത്തത്തിൽ എല്ലായിടത്തും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ. ഇത് പാലത്തിന്റെ 2 തൂണിലെയും പാലത്തിന്റെ രക്ഷകന്മാരായിരിക്കും. ആ കെട്ടിടത്തിന്റെ മുകളിൽ നമുക്ക് റഷ്യൻ ഫ്ലാഗും അതേപോലെ തന്നെ വ്ളാഡികാവ്കാസിന്റെ ഫ്ലാഗും കാണാൻ പറ്റുന്നുണ്ടോ. ഈ തിരക്ക് റിവർ കൊള്ളാമല്ലേ. ഇവിടെ ഒരു ബണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് താഴേക്ക് പോകുന്നുണ്ട്. ഇവിടെ വ്ളാഡികാവ്കാസിലെ ട്രാമാണ് ഈ പോകുന്നത്. അതും ഒരു റഷ്യൻ ഫ്ലാഗിന്റെ കളറിലുള്ള ട്രാം. അടിപൊളി. നല്ല ട്രാമിന്റെ കളറിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിഡിലും ട്രാം, നല്ല റോഡിന് നടുക്കാണല്ലോ പിന്നെ ട്രാം നിർത്തുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടോ. അടിപൊളി. ആ ഡോർ കടയുന്നുണ്ടോ. പുതിയ ട്രാമാ, പഴയതൊന്നും അല്ല, പുത്തന സംഭവം. എനിക്കൊന്ന് പഴയ ട്രാക്കും അവരത് പുതിയ രീതിയിൽ ട്രാം കൊണ്ടുവന്ന് സെറ്റാക്കിയിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ആ ട്രെയിൻ പോകുന്ന പോലത്തെ സൗണ്ടും. ഈ വ്ളാഡികാവ്കാസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ഇവിടുത്തെ ഒരു സെറ്റിൽമെൻറ്റ് കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രതിമയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് ബാക്കിൽ ഒരു പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ളൊരു ഫോർട്രസിൻ്റെ മാതൃകയിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി സിറ്റി അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ആണ് ഈ മുമ്പിൽ കാണുന്നത്. അതിൻ്റെ മേളിലായിരുന്ന ഫ്ലാഗ് ആ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിലായിട്ടാണ് ആ ഒരു മോണുമെൻറ്റ്. സിറ്റി ഹൈപ്പർ മാർക്കറ്റ്, MTC ഇവിടുത്തെ മറ്റേ ഒരു സിമ്മിൻ്റെ സംഭവമാണ്. ബിൽഡിംഗ് ഉണ്ട്, ഫുള്ള് ഇഷ്ടികയാണ് മൊത്തം. ഇവിടെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, പെഡസ്ട്രിയൻസിന് കൊടുക്കുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ. അതേ വീണ്ടും ഒരു മോണുമെൻറ്റ്സിൻ്റെ കളികളാണ്. അതായത് ഫുട്പാത്തിലൂടെ സീബ്ര ക്രോസിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കിനും വണ്ടികളൊക്കെ നിർത്തി തന്ന പെഡസ്ട്രിയൻസിന് കൊടുക്കുന്ന പരിഗണന സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പെഡസ്ട്രിയൻസിനെ പരിഗണിക്കാൻ അറിയില്ല. എന്താ അല്ലേ, ശരിയാവുമായിരിക്കും അല്ലേ. ഞാൻ നേരത്തെ കണ്ട ആ പള്ളി ഏതോ ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിലാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇതെന്തായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഫുൾ ഭയങ്കര രസമാണല്ലേ അത്.
ഒരു ചേട്ടൻ രാവിലെ വണ്ടി പണിതുകൊണ്ടിരിക്കുക. Добрый день. Во сколько вам надо поехать в Казбеги? ഒരു പുള്ളി എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്തോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ടാക്സിക്കാരനാണെന്ന് തോന്നുന്നു. നോക്കട്ടെ അതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്ന്. അമ്മച്ചി പൈസയാണോ ചോദിക്കുന്നത്? эндо ചോദിക്കുന്നുണ്ട്. Мне на лекарства не хватает. Надо много. 2000 надо, сынок, пожалуйста. Бог видит, кому даешь. Лекарства хочу, нога болит. Укол. Мало это. ഓക്കെ Мало, немножко еще даю. ഓക്കെ ഓക്കെ. Не окей, клянусь, не окей. А? Лекарства хочу купить. Лекарства. ആ Таблетка хочу сюда колоть хочу. എന്തോ പറയുന്നേ? Русский нет? Русский нет. А, I go and come. I see photo and come. Индийский? India, English. Английский? Откуда сам? ആ Мне 500 рублей. പോരാ. I will come now. ആ ഞാൻ ചേച്ചിക്ക് 100 രൂപ കൊടുത്തപ്പോൾ പിന്നെയും പുള്ളിക്കാരി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്തോ പറഞ്ഞു. അതിനെന്താ നമ്മൾ പള്ളി കാണാൻ വന്നതല്ലേ. ഓ വാവ്, ഇത് രക്ഷയില്ലല്ലോ. അടിപൊളി അല്ലേ? നമ്മൾ ഗോവയിലും പോണ്ടിച്ചേരിയിലൊക്കെ കാണുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെയൊക്കെ ഒരു കളർ ഷെയ്ഡ്സ് അടിപൊളി. മുമ്പിൽ തന്നെ സെമിത്തേരി ആണല്ലോ. വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങളടക്കമാണ് ഇവിടുത്തെ സെമിത്തേരിയിൽ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് 1869 1939. ഏതൊക്കെ വലിയ വലിയ ആളുകളാണ്. കുറേ കുടികളൊക്കെ ഉണ്ട്. ബാക്കിലെ ആ മലകളൊക്കെ കണ്ടോ, എല്ലാം വലിയ വലിയ സംഭവങ്ങളാണ്. ഇത് 1859 1876. ഭയങ്കര പഴയതാട്ടോ. കൊള്ളാം അല്ലേ? ഈ പള്ളി കൊള്ളാം. ക്രിസ്ത്യൻ ചർച്ചസൊക്കെ വേറെ ലെവലാട്ടോ. ഇവിടെ ഇഷ്ടം പോലെ സെമിത്തേരിയാണ് ഇതിന് ചുറ്റും. ഇത് ഓപ്പൺ ആണോ നോക്കട്ടെ. ലെറ്റ് മീ സീ ഇഫ് ഇറ്റ്സ് ഓപ്പൺ. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. അത് പൂട്ടിക്കിടക്കുകയാണെന്നായിരിക്കും അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്. അടിപൊളി, നൈസ്. എന്തായാലും നമുക്ക് ഇതിന് ചുറ്റിനും ഒന്ന് നടന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. എൻ്റെ ടാക്സിക്കാരൻ അവിടെ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഗോ ബാക്ക് നൗ. ഇതിൻ്റെ ഈ സൈഡ് തുറന്ന് നടക്കാം കേട്ടോ. ഇവിടെ ബാക്ക് സൈഡ് ഇത് കൊള്ളാം. നല്ല മണം, ഭയങ്കര മണം കേട്ടോ ഇവരുടെ ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കിനും. നൈസ്. ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലോഹയ്ക്കിട്ട് ഉള്ള ഒരു പള്ളിയിലച്ഛനെയൊക്കെ കണ്ട് ഇത് കൊള്ളാം. അതിൻ്റെ അകത്ത് എന്ത് ഫീലാണെന്നറിയോ? അവിടെ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങി വന്നു. അവിടെ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വ്ളാഡികാഫ്കാസ് ആ ഒരു നഗരം കംപ്ലീറ്റ് കാണാം. ഈ കെട്ടിടങ്ങളുടെയൊക്കെ മേളിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നൈസ്. യെസ്. спасибо. Сынок, я лежал в больнице. Ага. Мне далеко ехать. Окей. Нету денег, клянусь. Не могу ехать. ഓക്കെ. Мне немножко помоги, пожалуйста. ഇനിയും പൈസ വേണോ അവർക്ക്? എന്തിനാ 100 കൊടുത്തില്ലേ? സ്പസിബ, ദ്രാസ്തീച്ച, ഓസ്ത്രി, നിയത്, ഇസ്ദിസ്, പിന്നെ അത്രയൊക്കെ അറിയുള്ളൂ എനിക്ക്. അത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ലാഡയുടെ പുതിയ വണ്ടി. ഞാൻ തിരിച്ച് ഹോട്ടലിൽ പോകാനായിട്ട് ടാക്സി ബുക്ക് ചെയ്ത് കുറേ നടന്നു വന്നതല്ലേ. ദ്രാസ്തീച്ച. യെസ്. ഓക്കെ. സ്പസിബ. It's time to go to Georgia now. ജോർജിയയിലേക്ക് പോകാനുള്ള സമയമായി. ഈ ബാഗ് പിടിച്ചുകൊണ്ട് 75 പടികൾ ചവിട്ടി ഇറക്കി താഴെ പോകണം. ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലിൽ ലിഫ്റ്റൊന്നുമില്ലായിരുന്നു. ഇത് പഴയ ഹോട്ടലായിരുന്നു. ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 4ാമത്തെ നിലയിലായിരുന്നു എൻ്റെ റൂം. എവിടെ എൻ്റെ ടാക്സി ചേട്ടൻ എവിടെ? ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് മോസ്കോ ടൈമാണ്. ഇപ്പോൾ മോസ്കോ സമയം 12 മണിയായി. ഇപ്പോൾ ഇന്ത്യൻ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2:30 മണിയാണ്. 2.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് വേറെ ടൈം സോൺ ആയിരുന്നു. അവിടെ ഇപ്പോൾ 11 മണിയായി. ഇപ്പം ഞാൻ തിബിലിസി പോകുമ്പോഴത്തേക്കിനും അവിടെ ഇപ്പോൾ 1 മണിയാണ് ജോർജിയയിൽ. ഫുൾ കൺഫ്യൂഷനാണ് ഓരോ ദിവസവും സമയം നോക്കുമ്പോഴത്തേക്കിനും. മൊത്തത്തിൽ ടൈം സോൺ ഇങ്ങനെ മാറി മറിഞ്ഞ് നടക്കല്ലേ. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മൈ ടാക്സി ഗായ് ടു കം. ഇവിടെ നിന്ന് ബോർഡറിലേക്ക് 35 കിലോമീറ്റർ ആണുള്ളത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമായിരിക്കും. അവിടെ തിരക്കുള്ള ബോർഡറാണ്. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ജോർജിയയുടെ റിട്ടേൺ ടിക്കറ്റോ
ജോർജിയയുടെ വിസ പോലും ഇല്ല. കാരണം നമുക്ക് ജോർജിയ പോകാനായിട്ട് ശരിക്കും ഇന്ത്യക്കാർക്ക് വിസ എടുക്കണം. നമുക്ക് UAE റെസിഡൻസ് ഉള്ളവർക്ക് വിസ വേണ്ട. വിസ ഓൺ അറൈവൽ, അതായത് വിസ ഇല്ലാതെ നമുക്ക് ജോർജിയ പ്രവേശിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് UK വിസയോ US വിസയോ ഷെങ്കൻ വിസ, അയർലൻഡ്, ന്യൂസിലൻഡ് അങ്ങനെ പല വിസകളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോർജിയയിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാൻ പറ്റും. 90 days in 180 days നിങ്ങൾക്ക് വിസ ഫ്രീ എൻട്രി കിട്ടും. അങ്ങനെയാണ് ജോർജിയയുടെ റൂൾ. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോർജിയ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ എടുക്കണം. പാസ്പോർട്ട് ജോർജിയൻ എംബസി കൊടുത്ത് VFSൽ മറ്റോ ആണെന്ന് തോന്നുന്നു, കൊടുത്തിട്ട് സ്റ്റാമ്പ് ചെയ്തെടുക്കണം വിസ. അങ്ങനെ അതാ എൻ്റെ വണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ വന്ന് വണ്ടി കയറി ഉടനെ ചേട്ടനോട് ചോദിച്ചത് പാസ്പോർട്ട് കയ്യിലുണ്ടല്ലോ. ഉണ്ട് കേട്ടാ, പാസ്പോർട്ട് കയ്യിലുണ്ട്. അടിപൊളി വണ്ടി കേട്ടോ ഇത്. ജോർജിയയിൽ നമ്മുടെ റഷ്യൻ ജോർജിയ ബോർഡറിൽ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ബോളിവുഡ് മസാല എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ വിനീത് എന്ന് പറഞ്ഞ ചേട്ടനാണ് എനിക്ക് ഈ ടാക്സി അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചത്. ഈ വണ്ടി എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ ഈ വണ്ടിയിലാണ് ഞാനിന്ന് അങ്ങോട്ട് പോകുന്നത്. മിക്കവാറും ഞാനിന്ന് റഷ്യൻ ജോർജിയ ബോർഡറിലായിരിക്കും നിൽക്കുക. നമ്മളിപ്പോൾ ആക്ച്വലി പോകുന്നത് റഷ്യയിൽ നിന്ന് ജോർജിയയിലേക്ക് പോകുന്ന റഷ്യ ജോർജിയ മിലിറ്ററി ഹൈവേയിലാണ്. മിലിറ്ററി ഹൈവേ എന്നാണ് പറയുന്നത്. ഇവർ പണ്ട് കാലം മുതൽ നിർമ്മിച്ചൊരു റോഡാണ്. അത് മാത്രമല്ല സിൽക്ക് റോഡിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു പോകുന്നൊരു വഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ജോർജിയ എന്ന് പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. ഒരു ട്രാൻസ് കോണ്ടിനെൻ്റൽ കൺട്രിയാണ്. എന്ന് പറയുമ്പോഴത്തേക്കിനും ഏഷ്യയ്ക്കും യൂറോപ്പിനും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊക്കാഷ്യൻ മലനിരകൾക്ക് സമീപത്തായിട്ട്, അല്ലെങ്കിൽ അതിനോട് കൊക്കാഷ്യൻ മലനിരകളാണ് കംപ്ലീറ്റ്. ആ ഒരു ഭാഗത്ത് താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. കിർഗിസ്ഥാനും തജിക്കിസ്ഥാനും ഒക്കെ പോയ പോലെ ഒരു കംപ്ലീറ്റ് മൗണ്ടൻസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ. നമ്മൾ ആ സിറ്റിയിൽ നിന്ന് കണ്ട ആ ഒരു മലയില്ലേ, ആ മലയുടെ മേളിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഈ മല കയറി ഇറങ്ങണമെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്നു. ഓ അടിപൊളി, ഇത് പൊളിച്ചിട്ടാ. മലയുടെ മേളിലെല്ലാം മഞ്ഞ് വീണ് കിടക്കാണ് മൊത്തത്തിൽ. എന്ത് രസമല്ലേ കാണാനായിട്ട്. കറുത്ത മല, കറുത്ത കളറിലിരിക്കുന്ന മല പോലെ, അതിൻ്റെ മേളിൽ വെളുത്ത കളറിൽ ഇങ്ങനെ സ്നോ വീണ് കിടക്കുന്നത്. ദൈവമേ, ഇത്ര മഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെന്താ ഇത്? നമ്മൾ കുറച്ച് മാറിയതേ ഉള്ളൂ സിറ്റിയിൽ നിന്ന്. അപ്പോഴത്തേക്ക് നോക്കി ഇവിടെ വീടിൻ്റെ എല്ലാം മേളിൽ മഞ്ഞ് വീണ് കിടക്കുന്നത്. അയ്യോ. അർമേനിയ എന്നൊക്കെ വരുന്ന ട്രക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. അർമേനിയ, ജോർജിയ. 2 വർഷം മുമ്പ് ഞാനും ഫാസിൽ ബ്രോയും കൂടെ ജോർജിയ വന്ന സമയത്ത് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന റഷ്യൻ ബോർഡർ വരെ, അതിൻ്റെ ജോർജിയ സൈഡ് വരെ ഞാൻ അന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ഒരു കാറ് റെൻറ്റിനെടുത്തിട്ട് ഒരു ഡ്രൈവ് വന്നിട്ടുണ്ട്. അത് ശരിക്കും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. ദരിയാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റുകൾ, ജോർജിയയിൽ വരുന്ന ആൾക്കാർ മിക്കവരും റഷ്യൻ ബോർഡർ വരെ വന്ന് അവിടെയുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന രീതിയിലാണ് പതിവ് എല്ലാവരുടെയും പാക്കേജുകൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു ബോർഡറിൽ വന്നപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ബോർഡറാണ് ഞാൻ ഇന്ന് ക്രോസ് ചെയ്ത് ജോർജിയയ്ക്ക് പോകാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, എന്ത് രസമാണെന്ന് നോക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. മൊത്തം മഞ്ഞ് വീണ് കിടക്കുകയാണ്. പിന്നെ ജോർജിയ മിക്കവാറും ഫുള്ള് മൗണ്ടൻസ് എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. റഷ്യയിൽ നിന്ന് ജോർജിയ, അർമേനിയ, അസർബൈജാൻ എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ട്രക്കുകളൊക്കെ ഈ ബോർഡറിൽ കൂടി ആയിരിക്കും പോകുന്നത്. അത്യാവശ്യം നല്ല ട്രക്ക് മൂവ്മെൻറ്റ് ഭയങ്കര അധികമായിട്ടുള്ള ഒരു ബോർഡർ റൂട്ടാണിത്. എന്തോ പെൻസ്റ്റോക്ക് പൈപ്പ് പോലത്തെ എന്തോ ഒരു പൈപ്പാണ് കാണുന്നത് മലയുടെ താഴെ, മേളിയും താഴേക്ക്. അതുപോലും റഷ്യൻ ഫ്ലാഗിൻ്റെ കളറിലാണ് കണ്ടോ ഇവിടുത്തേക്കുന്നത്. എന്തോരം ട്രക്കുകളാന്ന് നോക്കി നിരയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ രാജ്യം ക്രോസ് ചെയ്ത് പോകാനായിട്ട്. അയ്യോ, ഈ ലാൻഡ് ബോർഡർ ക്രോസിംഗ് ഉണ്ടല്ലോ, അതൊരു ഫണ്ണാണ്. ഫണ്ണല്ല, നമുക്ക് ഭയങ്കര ഒരു ത്രില്ലിങ് അനുഭവമാണ് എപ്പോഴും ഈ ലാൻഡ് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആയിരക്കണക്കിന് ട്രക്കുകളാണ് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ ചേട്ടൻ പറപ്പിച്ചുകൊണ്ടിരിക്കുക 100-100 എന്നും പറഞ്ഞുകൊണ്ട്. ട്രക്കുകൾ എന്തോരാ കിടക്കുന്നത്. ഇതൊക്കെ എപ്പോൾ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കയറാനാന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇവർക്ക് വല്ല ടൈമിങ്ങും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ബോർഡർ എത്താറായപ്പോഴത്തേക്കിനും ഇവിടെ ട്രക്കുകളുടെ വരി 2 ലൈനൊക്കെ ആയി മാറി. നമ്മളിപ്പം തിരക്കായി തുടങ്ങി. ഈ ട്രക്കുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ GST ഒക്കെ വരുന്നതിന് മുമ്പ് ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കടക്കാനായിട്ട് ഈ ട്രക്കുകാർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കഷ്ടപ്പാട്. എൻ്റെ അമ്മ, അവർ കാരണം ബാക്കിയുള്ള വണ്ടിക്കാരും മൊത്തത്തിൽ ബ്ലോക്കിൽ പെട്ട്. വാളയാറൊക്കെ ഓണത്തിനും ക്രിസ്മസിനൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ബസ്സിൽ വരുമ്പോഴത്തേക്കിനും 4-5 മണിക്കൂറൊക്കെ ആ ബ്ലോക്കിൽ പെട്ട് ഞാൻ കിടന്നിട്ടുണ്ട്. എന്ത് ദുരിതമായിരുന്നല്ലേ ആ ഇതൊക്കെ. അതൊക്കെ GST വന്നതോടുകൂടി മാറി. നമ്മളിപ്പോൾ റഷ്യൻ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തി. നമ്മൾ വണ്ടിക്കകത്തിരുന്ന് തന്നെ ഇമിഗ്രേഷൻ ചെയ്യാം. ജസ്റ്റ് ഇറങ്ങി പാസ്പോർട്ട് കൊടുത്താൽ മതി. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയൊക്കെ പോയ പോലെ ആ ഒരു ടൈപ്പ് സെറ്റപ്പാണ്. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനിൽ പുറത്തിറങ്ങി പാസ്പോർട്ട് കൊടുക്കുന്നു.
അവിടെ ഇവിടെ ഒരു സുന്ദരി ഓഫീസറായിരുന്നു ഇമിഗ്രേഷനിൽ, സുന്ദരി ഓഫീസർ. അവർ കസാഖിസ്ഥാനിന്നാണോ വന്നേ? ഞാൻ അതെ. ജോർജിയക്കാണോ പോകുന്നത്? ഞാൻ അതെ. ഇനി എങ്ങോട്ടാ? ഞാൻ ടർക്കിക്കാ. ഓക്കെ, വെരി ഗുഡ്. ട്രാവൽ ചെയ്യുവാണല്ലേ? അതെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചു വന്നു. വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഒന്നും പുറത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ചെറിയ ഇടുങ്ങിയ വഴിയാണ്, മൊത്തം സ്നോ വീണ് നടക്കാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്, പാറ മലയൊക്കെ കാണാൻ കണ്ട. അപ്പോൾ ഇനി നമ്മൾ ജോർജിയൻ ഇമിഗ്രേഷനിലേക്ക്. അതിന് എന്തൊക്കെയാവും ആർക്കറിയില്ല, ചോദിച്ചു നോക്കാം. പോയി നോക്കാം. ഇവിടെ നടന്ന് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഒരു വണ്ടിയിൽ മാത്രം നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ബസ്സുകളൊക്കെ അവൈലബിൾ ആണ് തിബിലിസിക്ക്. ഞാനിപ്പോൾ നിന്ന് വ്ളാഡിക്ക വാസ്കിന്ന് തിബിലിസിക്ക് ബസ്സുകളൊക്കെ അവൈലബിൾ ആണ്. റഷ്യൻ ബോർഡർ കഴിഞ്ഞ് ഇവിടെയും കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ റഷ്യൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയും കുറേ ട്രക്കുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഏതോ ഒരു മലയടപ്പുറത്താണെന്ന് തോന്നുന്നു നമ്മുടെ ഇനി ജോർജിയൻ ഇമിഗ്രേഷൻ വരാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഒരു ടണലും കൂടെ കയറി വേണം പോകാൻ. ടണൽ, ഓ മൈ ഗോഡ്, ഒരു കുഞ്ഞു ടണലാട്ടോ. ഈ ടണലിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ജോർജിയൻ ഇമിഗ്രേഷൻ വരുന്നത്. അത് ശരി, ഇവിടെയുണ്ട് കുറേ ദൂരം. ഇനിയും പോകണം, 2-3 ടണലുകൾ കയറി ഇറങ്ങി പോകണം. അപ്പോൾ അത് വേറെ ലെവൽ എക്സ്പീരിയൻസ്. കൊള്ളാമല്ലേ? ഇങ്ങനത്തെ ബോർഡർ ക്രോസിങ് എക്സ്പീരിയൻസ് ഒക്കെ ഒരു അനുഭവം അല്ലേ? പൊളിച്ച്. വീണ്ടും ടണൽ. ഇവിടെ ഈ ടണലൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ വണ്ടികളൊക്കെ ഇവിടെ കിടന്ന് പെട്ടുപോയേനെ. നമ്മുടെ ഈ ചേട്ടൻ ഇവിടുത്തെ ലോക്കലാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി അവിടുത്തെ ഓഫീസർമാരായിട്ടെല്ലാം ഭയങ്കര സംസാരമായിരുന്നു, കുശലാന്വേഷണം കെട്ടിപ്പിടുത്തമൊക്കെയായിരുന്നു. ടണലിനകത്ത് ട്രാഫിക് ബ്ലോക്ക്, ലോറിയല്ലേ മൊത്തം. ഓവർടേക്ക് ചെയ്ത് കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാം വണ്ടി വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ജോർജിയ ബോർഡറിലെത്തിയിരിക്കുകയാണ്. അന്ന് ഞാൻ വന്ന സ്ഥലം അതാണ്, നമ്മളിപ്പോൾ എത്തുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ജോർജിയയിൽ കയറി മക്കളെ. നമ്മുടെ 15ാമത്തെ രാജ്യം KLT UK യാത്രയിൽ നമ്മുടെ 15ാമത്തെ രാജ്യം നമ്മുടെ ജോർജിയയിൽ കയറി. അത്ര സുഖകരമായിരുന്നില്ല ഇവിടുത്തെ ഇമിഗ്രേഷൻ. ഞാൻ പറയാം കഥ. സുഖകരമായില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഥയാണ്, ഞാൻ പറയാം. ഇതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ ജോർജിയൻ ബോർഡർ ടൗൺ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റ് വരെ നമ്മൾ 2 വർഷം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അത് ശരിക്കും വളരെയധികം ഹെൽപ്പായി അതിവിടെ വന്നത്. അപ്പോൾ എന്താ സംഭവിച്ചെന്നല്ലേ ഞാൻ പറയാം. ഇവിടെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പുറത്ത് ഒരു ബിൽഡിങ്ങിൽ കയറി പോകണം നമ്മൾ ഇമിഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ കയറിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. 10-15 പേരുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഞാൻ ക്യൂ നിന്നു. ഞാൻ കൊണ്ടുപോയി പാസ്പോർട്ടും എൻ്റെ എമിറേറ്റ്സ് ഐഡിയും കൂടെ കൊടുത്തു. ശരിക്കും എമിറേറ്റ്സ് ഐഡിയോ അല്ലെങ്കിൽ US വിസ UK വിസ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ പാസ്പോർട്ട് എമിറേറ്റ്സ് ഐഡിയും കൂടെ കൊടുത്തു. അതിമനോഹരമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യുവതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്കിനെ അത്ര പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തേക്ക് ഒരാൾ ലാൻഡ് ബോർഡർ വഴി അതിന് റഷ്യയിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും അത് ആരാ എന്താണെന്ന് ഉറപ്പ് വരുത്തേണ്ട അവരുടെ ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ആദ്യമായിട്ടാണോ ജോർജിയയിലേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ അവരെൻ്റെ പാസ്പോർട്ടിൽ പഴയ സീല് തപ്പുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പഴയ പാസ്പോർട്ട് എടുത്തു കൊടുത്തു. പഴയ പാസ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കിനും അതിനകത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു സംശയമായി പഴയ പാസ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കിനും. എന്നിട്ട് അവർ ആ പാസ്പോർട്ട് തുറന്ന് നോക്കിയിട്ട് പറയുന്നു, ഈ പാസ്പോർട്ട് ഇനിയും പേജസ് ബാക്കിയുണ്ടല്ലോ, ഇത് ഇപ്പോഴും വാലിഡ് ആണല്ലോ, പിന്നെ എന്തിനാ നീ പുതിയ പാസ്പോർട്ട് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പാസ്പോർട്ടിൽ അഡ്രസ് ചേഞ്ച് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പേജുകളും തീർന്നു. എനിക്ക് പുതിയ വിസ എടുക്കുന്നതിന് വേണ്ടി വേറെ പേജുകൾ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുതിയ വിസ എടുത്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അർമേനിയക്ക് പോകും വിസ കിട്ടിയാൽ, ഇല്ലെങ്കിൽ ഞാൻ ടർക്കിക്ക് പോകും. അതിൻ്റെയൊക്കെ വിസ എൻ്റെ കയ്യിൽ, ടർക്കി വിസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ ടണലിൽ കയറിയതാണ് കേട്ടോ, സോറി. ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസത്തേക്ക് തിബിലിസിയിലേക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഹോട്ടൽ ബുക്കിംഗ് ഇല്ല. ഞാൻ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഓരോ ദിവസവും പോകുന്ന മുറയ്ക്ക് ഞാൻ ബുക്ക് ചെയ്ത് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയെല്ലാം നോക്കി പഴയ പാസ്പോർട്ട് എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ എന്നോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് അവിടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് ഒരു 5 മിനിറ്റ് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോട്ടൽ ബുക്കിങ്ങും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവരുടെ ഹയർ ഓഫീസറിന് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെരിഫിക്കേഷനൊക്കെ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് എന്നോട് വെയിറ്റ് ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 വലിയ ഓഫീസേഴ്സ് അവിടെ വന്നു. അവിടെ വന്നിട്ട് എന്നോട് വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു. വളരെ മാന്യമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നതൊക്കെ കേട്ടോ. ഈ ലേഡിയും വളരെ മാന്യമായിട്ടാണ്. അവരെന്നോട് വിളിച്ച് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആ 2 ഓഫീസേഴ്സ് വന്ന ആളെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബ്ലോഗറാണെന്ന് പറഞ്ഞു. ആഹാ ആണോ, അത് ശരി, എന്താ യൂട്യൂബിലാണോ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബിലാണെന്ന് പറഞ്ഞു. നിൻ്റെ ചാനൽ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ചാനൽ കാണിച്ചു കൊടുത്തു. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. 2.2 മില്യൺ ഉണ്ടെന്ന് പറഞ്ഞു. ഓ അത്ര ഉണ്ടല്ലേ, വെരി ഗുഡ്. നീ ഇതിനു മുമ്പ് ജോർജിയ വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ജോർജിയ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പഴയ വീഡിയോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ 2 വർഷം മുമ്പത്തെ ജോർജിയ വീഡിയോ ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ
കണ്ടപ്പോഴത്തേക്കും ഇമ്പ്രസ്ഡ് ആയി. കാരണം നമ്മൾ ഇത് രാജ്യത്ത് പോയാലും നമ്മളെ രാജ്യത്തെ പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ, നെഗറ്റീവായിട്ട് കാര്യമായിട്ടൊന്നും പറയാറില്ല. അപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആയി. അന്നേരം തന്നെ അവൻ ആ യൂട്യൂബ് ചാനൽ കാണിച്ച് പഴയ ജോർജിയ വീഡിയോ കാണിച്ച് ആ സെക്കൻഡിൽ അവൻ എന്നോട് വെൽക്കം ടു ജോർജിയ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പോൾ വീണ്ടും മറ്റേ പെണ്ണ് എന്നെ വിളിച്ച് എൻ്റെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് എന്നോട് താങ്ക് യു പറഞ്ഞിട്ട് വെൽക്കം പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറി. അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഒരു അരമണിക്കൂർ ഈ ചേട്ടൻ അവിടെ പുറത്ത് പോസ്റ്റായി എന്നെ കാത്ത്. അപ്പോൾ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നു. അപ്പോൾ എന്നോട് വേറെ റിട്ടേൺ ടിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അവർക്ക് ഞാനൊരു ജെനുവിൻ ട്രാവലറാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ് മസ്റ്റാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോകുമ്പോൾ അവരത് ചോദിക്കും. അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മൾ എൻട്രി റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോൾ എങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും വേറൊരു രാജ്യത്ത് വിമാനം വഴി പോവുകയാണെങ്കിലും ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ വെൽക്കം ടു ജോർജിയ. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ദരിയാലി എന്നാണ്. ദരിയാലിയിൽ നിന്ന് നമ്മളിപ്പോൾ തിബിലിസി റൂട്ടാണ് ഇത് ആക്ച്വലി. ഇവിടെ നിന്ന് ശരിക്കും എനിക്കൊന്ന് ഒരു 3-4 മണിക്കൂർ പോയി കഴിഞ്ഞാൽ തിബിലിസി എത്തും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഹിമാചലിൽ നിന്ന് അവർ മണാലിയിൽ നിന്ന് മേളിലോട്ട് റോത്താങ് പാസും ബാക്കിയുള്ള സ്ഥലങ്ങളിലായിട്ടൊക്കെ പോകുന്ന പോലെ തന്നെയുള്ള ഒരു സെയിം ഭൂപ്രകൃതിയുള്ളൊരു ഏരിയ ആണ്. ധാരാളം വണ്ടികൾ പോകുന്ന വളരെ ഇടുങ്ങിയ റോഡ്. അതിഭയങ്കരമായിട്ട് ഇവിടെ സ്നോ വീണ് കിടക്കുന്നുണ്ടെങ്കിലും വലിയ എക്സ്ട്രീം തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. വലിയ വലിയ മഞ്ഞുമലകളൊക്കെ കാണാം. ഇവിടെ മഞ്ഞുമലകൾക്കിടയിൽ ഇതൊരു ടൗൺഷിപ്പാണല്ലോ, ഏതൊരു വില്ലേജാണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, പിന്നെ കുറേ വീടുകളും, പിന്നെ ഇവിടെയൊക്കെ ഹോം സ്റ്റേയും പരിപാടികളൊക്കെ ഉണ്ടാവും. മിക്കവാറും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവണം. എന്തായാലും ഇത് പൊളിച്ചു കേട്ടോ. ഇത്രയും മഞ്ഞ് അടിപൊളിയല്ലേ. നല്ല സ്നോ വീട്, ഫ്രഷ് സ്നോ ഒക്കെ വീണ് കിടപ്പുണ്ട്. ജോർജിയയിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻ്ററിനൊക്കെ വരാവുന്നതാണ്. ക്രിസ്മസിൻ്റെ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ജോർജിയയിലേക്ക് വന്നു. നല്ല സ്ഥലമാണ്. നമുക്ക് വളരെ അഫോർഡബിളാണ്. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഈസ്റ്റേൺ യൂറോപ്പ് ഭയങ്കര അഫോർഡബിളാണ്. നല്ല ഒരു കിടിലൻ ഫീല്, നല്ല ഫുഡൊക്കെ കഴിക്കാം, നല്ല ഒരു കിടിലൻ സ്ഥലമാണ്. ഇത് വേറെ ലെവലുള്ള ഇത് വലിയൊരു ടൗൺഷിപ്പ് മൊത്തത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്നു, സ്നോ വീണ് കിടക്കുന്നു. പൊളിച്ച് കസ്ബേഗി എന്നോ മറ്റോ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്, കസ്ബേഗി. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും മറ്റു സംഭവങ്ങളൊക്കെയാണ് മൊത്തത്തിൽ. ഞാൻ എവിടെയാണ് ചോദിക്കട്ടെ. ഓക്കെ, ഈ കമ്മിങ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു സ്ഥലത്ത് ഏകദേശം 4-5 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ആലോചിച്ച് റഷ്യൻ ബോർഡറിലുള്ള ഈ ഒരു സ്ഥലമാണ്. 4-5 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ശരിക്കും ബോർഡറിലുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓൾമോസ്റ്റ് ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഒന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവർ. യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഗുണമാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബോർഡർ ക്രോസിങ്ങിൽ എത്ര സ്ഥലത്താണ് യൂട്യൂബ് ചാനൽ ഹെൽപ്പ് ചെയ്തതെന്നറിയാമോ? ഭയങ്കരമായിട്ട് ആ ചാനൽ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവരൊക്കെ അങ്ങ് സർപ്രൈസ്ഡ് ആവും. അതാണ് സംഭവം. അപ്പോൾ ഇനിയുള്ള പ്രശ്നമാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ല, അതായത് ഇവിടെ മൊത്തം സ്നോ വീണ് ആ വെള്ളമൊക്കെ ഇങ്ങനെ വീണ് താഴെ വീണ് ചെളിയായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അർമേനിയയിലേക്ക് പോകുന്ന ട്രക്കാണ്, അർമേനിയ. ഞാനിപ്പോഴാണ് ആക്ച്വലി ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ജോർജിയയിൽ, ഇവിടെ തിബിലിസിയിൽ ഒരു കലാപമല്ല, ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ കാര്യമായിട്ട് എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. കാരണം ആരാ വരുന്നത്, എന്താ വരുന്നത്, എന്തിനാണ് പോകുന്നതെന്നൊക്കെ അവർക്ക് അറിയണമല്ലോ. കാരണം ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിബിലിസിൽ. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കുറേ ലോക്കൽസ് ആയിട്ടൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളും പിന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഓക്കെ. ചേട്ടൻ എന്നെ എന്താ ചെയ്യുന്നേ? കേറുന്നില്ല. കേറ്. ഇപ്പൊ ചായ 4 വീലിട്ട് കഷ്ടമുണ്ട്. നമ്മൾ പെട്ട് കഴിഞ്ഞാൽ സഹായിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. İnçik damla, inç